സോനം വാങ്ചുക്കിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാൻ കരുതിട്ടോ. ആൾ അറസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു ആഴ്ച ആവാറായി. നമ്മുടെ മീഡിയകളിൽ നിന്നൊക്കെ അത് അപ്രത്യക്ഷമായിട്ടുണ്ട്, അങ്ങനത്തെ ന്യൂസുകളും കാര്യങ്ങളും. പിന്നെ നമ്മുടെ കുറച്ച് ഗോതി മീഡിയകളിൽ വരുന്ന ഇടക്കിടക്ക് സോനം വാങ്ചുക്ക് ഇതോ ചൈനീസ് ചാരനാണ് അല്ലെങ്കിൽ പാകിസ്ഥാൻ ചാരനാണ്, അത് സ്വന്തം വൈഫ് തന്നെ ഇതാ മുന്നോട്ട് വന്ന് പറഞ്ഞു എന്നൊക്കെയുള്ള രീതിയിലുള്ള കുറച്ച് പടച്ചുവിട്ട നമ്മുടെ ഗോതി ന്യൂസുകൾ മാത്രമേ ഇപ്പോൾ കാണാനുള്ളൂ. ബാക്കി എല്ലാവർക്കും അയാളൊരു ട്രൈറ്ററായിട്ട് മാറി. അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളുണ്ടല്ലോ, മോദി വാട്സപ്പ് യൂണിവേഴ്സിറ്റി ഒക്കെ എടുത്തു കഴിഞ്ഞാൽ സോനം വാങ്ചുക്ക് എന്ന് പറഞ്ഞാൽ ലോകം കണ്ട അല്ലെങ്കിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രാജ്യദ്രോഹിയാണ്. ചൈനയ്ക്ക് വേണ്ടി ഇന്ത്യനെ പതിച്ചു കൊടുക്കുന്നു, പാകിസ്ഥാന് വേണ്ടി ഇന്ത്യനെ പതിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലെ പല സംഘപരിവാണ മല ചാനലുകളിലും ഒക്കെ വന്ന് ചലച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്നോ രണ്ടോ വീഡിയോകളൊക്കെ എല്ലാവരും ഒതുങ്ങിയിട്ടുണ്ട്. കാരണം വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ പടച്ചു വിട്ട് തന്നെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ന്യൂസുകളാണ് ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത്. അപ്പോൾ സോനം വാങ്ചുക്കിനെ പറ്റി ഒരു വീഡിയോ ധ്രുവരായിട്ട് ഇട്ടിരുന്നു. അത് സുനിത ദേവദാസ് അതിന്റെ മലയാള തർജ്ജമ ചെയ്തിരുന്നു. അത് കണ്ടിട്ടുണ്ടാവും എല്ലാവരും. അതും അതല്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പറയാമെന്ന് കരുതി. അപ്പോൾ ഇപ്പോഴത്തെ പുള്ളിയുടെ അവസ്ഥ, പുള്ളി ഇപ്പോൾ രാജസ്ഥാനിലാണ്, ജയിലിലാണ്. എല്ലാവർക്കും വരാൻ പുറം ലോകം കാണാൻ പറ്റില്ല. പുറം ലോകത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇവിടെ നിന്ന് ഒരാൾക്ക് അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ആളുടെ വൈഫ് ഇപ്പം നേരിട്ട് സുപ്രീം കോടതിയിലോട്ട് പോവുകയാണ്. ആളെ എന്താ പറയുക, ആളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് വേണം എന്നുള്ള ഒരു ഹർജിയായിട്ട്. പക്ഷെ പോയിട്ട് കാര്യമൊന്നുമില്ല. കാരണം സുപ്രീം കോടതി ആരാണ്, എന്താണ്, എവിടെയാണ് എന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് അതിലൊന്നും വലിയ കാര്യമില്ല. കാരണം അപ്പുറത്ത് നിൽക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. പിന്നെ ഇട്ട കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ സെക്യൂരിറ്റി ആക്ട് പ്രകാരം, ഈ നാഷണൽ സെക്യൂരിറ്റി ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയും എപ്പം വന്നിട്ട്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ നാഷണൽ NIA പോലത്തെ, CBI പോലത്തെ അല്ലെങ്കിൽ ED പോലത്തെ ആളുകൾക്ക് രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിട്ട് ആരെയും എപ്പോഴും പൊക്കിക്കൊണ്ടുപോവാ. പിന്നെ അയാൾ എവിടെയാണ്, എന്താണ്, ഒന്നും പറയേണ്ട കാര്യമില്ല. അത് എവിടെ റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. കോടതിയിലൊന്നും റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. പെട്ടെന്ന് ആ ഒരു കേസിലാണ് പുള്ളിനെ പൊക്കിയെടുത്ത് കൊണ്ടുപോയത്. അതുകൊണ്ട് തന്നെ പുള്ളിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആർക്കും പറ്റുന്നില്ല. പിന്നെ നമ്മുടെ നാട്ടിൽ പുള്ളിനെ പൊക്കിയെടുത്ത് ആ സമയം മുതൽ നമ്മുടെ നാട്ടിൽ പടച്ചുവിടുന്ന ന്യൂസുകളും അങ്ങനത്തെ ഒരു ന്യൂസ് ആയതുകൊണ്ട് പുള്ളിയുടെ വൈഫ് നേരിട്ട് ഇപ്പോൾ സുപ്രീം കോടതിയിലിട്ടാണ് പോയിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം എന്തുകൊണ്ടാണ് ഈ ഒരു സമരം, ലഡാക്ക് സമരം എന്താണ്. നമ്മുടെ BJP പേടിക്കുന്ന പോലെ, ജെൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJPക്ക് എന്താ ഭൂതം വരുന്ന പോലെ പേടിച്ച് ചാടുന്ന BJPക്കാരാണ് നമ്മുടെ നാട്ടിലുള്ളത്. പക്ഷേ ജെൻസി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ യുവതലമുറയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവരായിട്ട് ഒരു സമരത്തിന് ഇറങ്ങുകയാണ്, അല്ലെങ്കിൽ അവരായിട്ട് ഗവൺമെന്റിനെതിരെ ഇറങ്ങിക്കഴിഞ്ഞാൽ തൂഫാനാവും എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിലും അതുപോലെ തന്നെ നേപ്പാളിലൊക്കെ കണ്ടിട്ട്, അതുകൊണ്ട് തന്നെ പേടിച്ച് വരണ്ടിരിക്കുന്ന ഒരു സർക്കാരിന്റെ മുമ്പിലോട്ടാണ് സോനം വാങ്ചുക്ക് ഈ ഒരു സമര മുറയായിട്ട് മുന്നോട്ട് വരുന്നത്. ഇതൊന്നും തുടങ്ങിയൊന്നല്ല, 2020 മുതൽ തുടങ്ങുന്നുണ്ട്. പുള്ളി അന്ന് മുതലേ പല സമയത്ത് നിരാഹാര സമരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പുള്ളി നിരാഹാര സമരവും ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് എന്തിനാണ്? പുള്ളി ലഡാക്കിനെ ഒരു സ്വയം ഭരണ പ്രദേശമാക്കി. അതായത് ഇപ്പം ലഡാക്ക് എന്ന് പറഞ്ഞ സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിലാണുള്ളത്, അല്ലെ? സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിൽ അവരെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഒരു സ്റ്റേറ്റ്ഹുഡ് വേണം, ഒരു സംസ്ഥാനമാക്കി മാറ്റണം. അതല്ലെങ്കിൽ അവിടുത്തെ 6th ഷെഡ്യൂളിലോട്ട് അവരെ ചേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞു. ഈ 6th ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഒരു സ്വയംഭരണ കൗൺസിൽ അവർക്ക് വേണം. അതായത് അവിടെ ഏറ്റവും കൂടുതൽ ഈ ഗോത്രവർഗ്ഗക്കാരുള്ളത്, കൃഷിയായിട്ടും അല്ലാത്ത കാര്യങ്ങളൊക്കെ ആയിട്ട് ജീവിച്ചു പോകണം കുറച്ച് പാവങ്ങൾ. അപ്പോൾ അവർക്ക് അവിടെ നമ്മുടെ ഈ കലക്ടറോ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ, ഈ സ്റ്റേറ്റിലെ ഈ എന്താ പറയുക, സെൻട്രൽ ഭരിക്കുന്ന ആളുകളോ വേണ്ട, ഞങ്ങൾക്ക് സ്വയംഭരണ പ്രദേശമാക്കി മാറ്റണം. അങ്ങനെ സ്വയം അവരുടെ കാര്യങ്ങൾ അവർ തന്നെ നോക്കി ചെയ്യുന്ന രീതിയിലോട്ട് മാറണം എന്നാണ് അവരുടെ ഒരു ആവശ്യം. ഇത് അവിടെ മാത്രമൊന്നുമല്ല. ഈ 6th ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാമിലുണ്ട്, അതുപോലെ ത്രിപുരയിലുണ്ട്, മേഘാലയയിലുണ്ട്, മണിപ്പൂരിലുണ്ട്. ഇവിടെയൊക്കെ ഈ സംഭവം ഉള്ളതാണ്. അവിടെയൊക്കെ 1, 2, 3 കൗൺസിലുകളുള്ള സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ. അവരും അത്രമാത്രമേ അവർ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. കാരണം അവിടുത്തെ അവസ്ഥ വളരെ മോശമാണ്. നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് 2019 നമ്മുടെ എന്താണ് കാശ്മീരിന്റെ പ്രത്യേക പദവി ആർട്ടിക്കിൾ 370 എടുത്ത് മാറ്റിയതിന് ശേഷം, അതായത് ഇവരെ ഈ ജമ്മു ആൻഡ് കാശ്മീരിന്റെ അണ്ടറിൽ നിന്ന് മാറ്റി ഇവരെ ഒരു പുതിയ ഒരു ഇതിലോട്ട്, അതായത് സെൻട്രൽ ഗവൺമെന്റ് അണ്ടറിലോട്ട് മാറിയപ്പം ഇവർ വിചാരിച്ച് കുറച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവരെ ചേഞ്ച് ചെയ്തിട്ട് 6th ഷെഡ്യൂളിലോട്ട് മാറ്റി തരും എന്ന് വിചാരിച്ചിരുന്നു. അന്ന് നമ്മുടെ സോനം വാങ്ചുക്ക് ഒരുപാട് BJP സർക്കാരിന് മോദിനെയൊക്കെ ഇങ്ങനെ പ്രൈസ് ചെയ്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. എപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴെന്നല്ല, ഈ അറസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു സമരം ഇത്രയും കാഠിന്യത്തിൽ എത്തുന്നതിന്റെ മുമ്പ് 2025 തുടക്കം വരെ സോനം വാങ്ചുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോദിനെ, അമിത്ഷാനെ അല്ലെങ്കിൽ BJP ഗവൺമെന്റിനെ ഒരുപാട് രീതിയിൽ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിരുന്ന ഒരാളാണ്. അതിനുള്ള പണിയാണ് ഇപ്പം എല്ലാം കൂടെ അടിച്ചുകൂട്ടി കെട്ടിയത് ആ പാവത്തിന്. सबसे पहले तो मैं अमित शाह जी और मोदी सरकार का बहुत बहुत धन्यवाद करता हूं लद्दाख के लोगों की तरफ से, उन्होंने लद्दाख के लिए ऐसे जिलों की घोषणा की. ये बहुत पुरानी मांग थी, खासकर जंस्कर क्षेत्र की. 2019 में उनके साथ वादा किया गया था कि जिला बनाया जाएगा. अब बाकी जगहों के लिए भी ये खुशखबरी है कि नहीं, ये निर्भर करता है कि ये सिर्फ एडमिनिस्ट्रेटिव प्रशासनिक जिले हैं या फिर लोकतांत्रिक, जिसमें कि ऑटोनोमस डिस्ट्रिक्ट काउंसिल्स भी हो, जो कि 6th शेड्यूल के अंदर जिलों में होता है. അങ്ങനെ നമ്മൾ ഈ ഒരു
സിക്സ്ത് ഷെഡ്യൂൾ അവർക്ക് കിട്ടണം എന്നുള്ള രീതിയിലാണ് ഈ ഒരു സമരം തുടങ്ങിയത്. 2020 മുതൽ 2025 വരെ പല സമയങ്ങളിലായിട്ട് പല രീതിയിൽ സമരമുറകൾ മുന്നോട്ട് പോയിരുന്നു. അന്നൊന്നും കേന്ദ്ര സർക്കാർ ഇതൊന്നും ചെവി കൊണ്ടില്ല. എന്തുകൊണ്ടാണ് 2019 മോദിനെ പ്രൈസ് ചെയ്ത ആൾ 2020 മുതൽ ഈ സമരത്തിനോട്ട് ഇറങ്ങിയത് എന്നുള്ളത് നമുക്ക് നോക്കാം. കാരണം നമ്മുടെ മോദിജി അല്ലെങ്കിൽ നമ്മുടെ BJPയുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അവിടുത്തെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അവർ അടിച്ചുവിട്ടൊരു സംഭവമായിരുന്നു ഇത്. അതായത് ലഡാക്കിനെ സിക്സ്ത് ഷെഡ്യൂൾ ചേഞ്ച് ചെയ്യും എന്നും പറഞ്ഞിട്ട് അന്ന് മാനിഫെസ്റ്റോ വരെ ഇറക്കിയ ആളുകളായിരുന്നു. അന്ന് ആ ജനത ഒരുപാട് പ്രതീക്ഷിച്ചു. അവർക്ക് വോട്ട് വരെ ചെയ്ത ആളുകളായിരിക്കും ഈ പാവപ്പെട്ട ആളുകളൊക്കെ. അതവിടെ നിൽക്കട്ടെ. എന്തുകൊണ്ടാണ് സിക്സ്ത് ഷെഡ്യൂൾ ഈ രാജ്യം അല്ലെങ്കിൽ ലഡാക്കിനെ സിക്സ്ത് ഷെഡ്യൂളിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റാത്തത് അല്ലെങ്കിൽ സ്റ്റേറ്റ്ഹുഡ് കൊടുക്കാത്തത് എന്നുള്ളത് നമുക്ക് അറിയാം. കാരണം നമ്മുടെ മോദിജിയുടെ അംബാനി അദാനി അംബാനി അഡാണി അംബാനി അഡാണി ഇത് തന്നെയാണ്. നമ്മൾ ഇവിടെയൊക്കെ എന്തെങ്കിലും കിട്ടിയ മൂലം കിട്ടിയാൽ വരെ നമ്മുടെ അദാനിക്കോ അല്ലെങ്കിൽ അംബാനിക്കോ പണയം വെക്കണം എന്നുള്ള അവസ്ഥയിലാണ് നമ്മുടെ രാജ്യം പോണത്. അപ്പം ഈ ലഡാക്കിന്റെ പ്രത്യേക ഭൂമിശാസ്ത്രം വെച്ചിട്ട് അവിടുത്തെ പലതരത്തിലുള്ള റിന്യൂവബിൾ എനർജി അവിടെ ഉണ്ട്. ഒരുപാട് മിനറൽസ് അതിന്റെ അടിയിൽ കിടക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ കോർപ്പറേറ്റുകൾക്ക് വിറ്റ്, അതായത് അംബാനിക്കും അഡാനിക്കും അങ്ങോട്ട് എഴുതി കൊടുത്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന അങ്ങോട്ട് അമുക്കാം എന്ന് വിചാരിച്ച സർക്കാരാണ് BJP സർക്കാർ, നമ്മുടെ കേന്ദ്ര സർക്കാർ. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും കഷ്ടപ്പെട്ട് മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ട് പോലും അതിൽ നിന്നൊക്കെ ആളുകളെ മാറ്റി അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളെ ഒഴിവാക്കി ആ സ്ഥലം ഈ പറഞ്ഞ ആളുകൾക്ക് വിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ നമ്മുടെ കഷ്ടപ്പെട്ട് നമ്മുടെ മോദിജി അംബാനി അഡാണിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇയാൾ കഷ്ടപ്പെടുന്നത്, വേറെ ഒന്നുമല്ല. അപ്പോൾ പിന്നെ അതിന്റെ മുമ്പിൽ പൈസന്റെ മേലെ ഒന്നും പരുന്തും പറക്കൂല എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു വാങ്ങിച്ചുക്കും പൈസന്റെ മേലെ പറക്കൂല എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ടാണ് അയാൾ ഇപ്പോൾ ജയിലിൽ കിടക്കേണ്ടി വരും. അപ്പൊ ഈ ഒരു ജനത ഒരുപാട് കാര്യങ്ങൾ ഇതിനെപ്പറ്റി പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഈ 2020 മുതൽ 2025 വരെയുള്ള പല സമരങ്ങളിലും പല ചർച്ചകളിലും നടന്നിട്ടും ഇതൊന്നും മുന്നോട്ട് പോയിട്ടില്ല. അങ്ങനെ 2025 സെപ്റ്റംബർ 4 ഈ സമരത്തിലോട്ട് അല്ലെങ്കിൽ നിരാഹാരം കിടന്ന രണ്ടാളുകളുടെ നില ഗുരുതരമായിട്ട് അവരെ ഹോസ്പിറ്റലിലോട്ട് അഡ്മിറ്റ് ചെയ്യുന്നു. അതിന്റെ ഭാഗമായിട്ട് അവിടെ ഈ സമരത്തിൽ കൂടിയ ആളുകൾ കുറച്ച് രോഷാകുലരായിരുന്നു. അവർ റോട്ടിലോട്ട് ഇറങ്ങുന്നു, പോലീസുമായിട്ട് അടിപിടി കൂടുന്നു. അങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇതിന് മുന്നിട്ടിരുന്ന ആളാണ് സോനം വാങ്ചുക്ക്. ഇങ്ങനെ വെച്ചോണ്ടിരുന്ന ആ നാട് മൊത്തം അല്ലെങ്കിൽ ആ നാട്ടിലെ മൊത്തം ജൻസി പുറത്തോട്ട് ഇറങ്ങും, അത് രാജ്യത്ത് മൊത്തം പ്രതിധ്വനിക്കും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് ഏറ്റവും പെട്ടെന്ന് നമ്മുടെ BJPക്കാർ ചെയ്യുന്ന ഒരു കാര്യം എന്താണ്? ഏറ്റവും പെട്ടെന്ന് ആളെ രാജ്യദ്രോഹിയാക്കാൻ അവിടുന്ന് എവിടുന്നൊക്കെ എന്തൊക്കെ കിട്ടും അങ്ങനെ എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ടൊന്ന് ഈ മരമണ്ടന്മാർ ഈ പാവപ്പെട്ട ആളുകളെ രാജ്യദ്രോഹികളാക്കും. നമുക്ക് സഞ്ജയ് ഭട്ടിനൊക്കെ അറിയില്ലേ, മോദിജിക്കെതിരെ അല്ലെങ്കിൽ മോദിജി ഗുജറാത്ത് ചെയ്ത ചെറ്റത്തരങ്ങൾക്കെതിരെ സംസാരിച്ച് അല്ലെങ്കിൽ അന്ന് അതിന് കണ്ടു നിന്നിട്ട് അതിനെതിരെ പിന്നീട് മുന്നോട്ട് വന്ന ആളാണ്. അയാളിപ്പം ജയിലിലാണ് എന്നുള്ളത് എല്ലാവർക്കും കുറെ കാലങ്ങളായിട്ട് ജയിലിലാണ്. ഒരു രീതിയിലും ബെയിൽ പോലും കൊടുക്കാണ്ട് ജയിലിലിട്ടിട്ട് രാജ്യദ്രോഹിയാക്കിയിട്ട് അല്ലെങ്കിൽ ഇല്ലാത്ത കുറ്റങ്ങളൊക്കെ മേലിൽ ചുമത്തി ആളെ ഉള്ളിൽ അകത്താക്കി നമുക്കറിയാം. അതൊരു പ്രത്യേക സ്റ്റൈലാണ്, അതൊരു പുതിയ സ്റ്റൈലൊന്നുമില്ല. അത് നമ്മുടെ സ്വേച്ഛാധിപതിയായിട്ടുള്ള നമ്മുടെ മോദിയുടെ അണ്ടറിൽ അല്ലെങ്കിൽ ഭരിക്കുന്ന നമ്മുടെ കേന്ദ്ര സർക്കാർ എല്ലാ കാര്യത്തിലും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. അത് അതിലൊന്നും ആർക്കും ഒരു തർക്കമില്ല, സംശയമില്ല. അതവിടെ നിൽക്കട്ടെ. ഇനി ഇദ്ദേഹത്തിന്റെ മേലെ അല്ലെങ്കിൽ സോനം വാങ്ചുക്കിന്റെ മേലെ ഏതൊക്കെ രീതിയിൽ നമുക്ക് കൊനിഷ്ടിടാം അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലുള്ള നാഷണൽ സെക്യൂരിറ്റി എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ലോകൾ ചേർത്താം എന്നുള്ള രീതിയിൽ നമ്മുടെ അമിത്ഷാ ചിന്തിക്കുന്നു. അങ്ങനെ ഒരു 4-5 കേസുകൾ അങ്ങ് ഇട്ട് കൊടുക്കുന്നു. ഷെഡേ എന്നും പറഞ്ഞ കേസുകളാണ് വന്നത്. ആ വന്ന 4-5 കേസുകൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ആലോചിക്കും, ഇതൊക്കെയാണോ ഇയാൾക്ക് മേലുള്ള രാജ്യദ്രോഹ കുറ്റങ്ങൾ? നമ്മൾ ചിന്തിച്ചു പോകും. ആ കുറ്റങ്ങൾ അല്ലെങ്കിൽ ആ കേസുകളെ പറ്റി ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഒരു പൊതുവെ ഒരു പരിപാടി ഉണ്ട്. നമ്മുടെ എന്താ പറയാ, എന്ത് കേസ് ഉണ്ടെങ്കിലും നമ്മൾ നേരെ വിദേശ അല്ലെങ്കിൽ രാജ്യദ്രോഹ കേസിലോട്ട് വരുമ്പോൾ ഫസ്റ്റ് പാകിസ്ഥാൻ ചാരൻ അല്ലെങ്കിൽ ചൈന ചാരൻ അല്ലെങ്കിൽ അവർക്ക് ചാരപ്പുറത്ത് ചെയ്യുന്ന ആൾ എന്ന് ഒറ്റിക്കൊടുക്കല നമ്മുടെ സ്റ്റൈലിലെ. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു സോനം വാങ്ചുക്കിന്റെ അവിടെ ഒരു സ്ഥാപനം നടത്തുന്നുണ്ട് പുള്ളി. അതായത് സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ മൊമെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനം നടത്തുന്നുണ്ട്. അതിന്റെ FCRA അക്കൗണ്ട് ഉണ്ട്, അതായത് വിദേശത്ത് നിന്ന് ഫണ്ട് സ്വീകരിക്കാനുള്ള അക്കൗണ്ട്. കാരണം ഇത് 1995 മുതൽ 2024 20 വർഷങ്ങളായിട്ട് നടത്തുന്ന ഒരു സ്ഥാപനമാണ്. അവിടുത്തെ പഠിച്ചിട്ട് അതായത് പാവപ്പെട്ട പിള്ളേർക്ക് നല്ല രീതിയിൽ പഠനം കൊടുത്ത് അത് വളരെ നമ്മൾ ആ മൂവിയിൽ കാണുന്ന പോലെ 3 Idiots ലാസ്റ്റിൽ നമ്മൾ കാണുന്നുണ്ടല്ലേ ആ സംഭവം, അതുപോലത്തെ ഒരു സെറ്റപ്പ് ചെയ്തിട്ട് അവിടുത്തെ വളരെ വിദ്യാഭ്യാസത്തിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകളെ നല്ല രീതിയിൽ മോൾഡ് ചെയ്ത് എടുത്തിട്ട് മുന്നോട്ട് കൊണ്ടുവരാനുള്ള പുള്ളിയുടെ ഒരു സ്ഥാപനമാണിത്. അപ്പൊ അതിന്റെ FCRA അക്കൗണ്ടിലോട്ട് 3.5 ലക്ഷം ക്യാഷ് ആയിട്ട് ഇയാൾ അടച്ചു എന്നാണ് പറയുന്നത്. ആ ക്യാഷ് ആയിട്ട് എങ്ങനെ അടച്ചു? അതായത് വിദേശത്ത് നിന്ന് മാത്രം ഫണ്ട് വരാൻ പറ്റുന്ന ഈ ഒരു അക്കൗണ്ടിലോട്ട് എങ്ങനെയാണ് സോനം വാങ്ചുക്ക് 3.5 ലക്ഷം ക്യാഷ് ആയിട്ട് അടയ്ക്കുക? അപ്പം അത് നമ്മുടെ സർക്കാരിന് ഈ FCRAയുടെ ഫണ്ട് വെച്ചിട്ട് പുള്ളി 2 ബസ് വാങ്ങിച്ചിരുന്നു സ്കൂളിൽ ഈ പറഞ്ഞ സ്ഥാപനത്തിലോട്ട്. ആ ബസ് അങ്ങനെ വാങ്ങിക്കാൻ പാടില്ലാത്തതുകൊണ്ട് പുള്ളി അത് മറച്ച് വിറ്റിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് പുള്ളി നാട്ടിൽ നിന്ന് അത് ക്യാഷ് ആയിട്ട് ഈ അക്കൗണ്ടിലോട്ട് ഇട്ടു. അത് വലിയൊരു രാജ്യദ്രോഹ കുറ്റമാണ്. അതാണ് പുള്ളിയുടെ മേലെ ആരോപിച്ചിട്ടുള്ള ആദ്യത്തെ
രണ്ടാമത്തെ കുറ്റം 2020-2021 സമയത്ത് ഒരു 54,600 രൂപ ഈ FCRA അക്കൗണ്ടിലോട്ട് അത് കുറച്ച് വളണ്ടിയേഴ്സ് ഇട്ട് കൊടുത്തു. കാരണം അവിടുത്തെ കുറച്ച് ആളുകൾക്ക് അല്ലെങ്കിൽ അവിടെയുള്ള ആളുകൾക്ക് അവരുടെ കുറച്ച് ഫുഡ് ആൻഡ് ബാക്കി കാര്യങ്ങൾക്കൊക്കെ വേണ്ടി യൂസ് ചെയ്യാൻ. അത് അങ്ങനെ എങ്ങനെ ഇടാൻ പറ്റും? ഇന്ത്യയിൽ നിന്ന് ഒരാൾക്ക് എങ്ങനെ 54,600 രൂപ ഇടാൻ പറ്റും? ഇത് വിദേശത്ത് നിന്ന് മാത്രം വരേണ്ട ഫണ്ടല്ലേ? അപ്പോൾ അത് വലിയൊരു തെറ്റാണ്. ഇന്ത്യയിൽ നിന്ന് ആ അക്കൗണ്ടിലോട്ട് ഇട്ടെടുത്തു. അതിനുള്ള വിശദീകരണം അവർ കൊടുത്തത് ബൈ മിസ്റ്റേക്ക് ആ അക്കൗണ്ടിലോട്ട് ഇട്ടു, വേറെ അക്കൗണ്ടിലോട്ട് ഇട്ടുന്നത് ഈ അക്കൗണ്ടിലോട്ട് മാറിയിട്ടു. അപ്പോൾ നമ്മൾ ആലോചിക്കണം, ഈ അക്കൗണ്ടിന് എവിടുന്നും കാശ് സ്വീകരിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത് അല്ലേ? FCRA അക്കൗണ്ടിന് അത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഏറ്റവും വലിയ രാജ്യദ്രോഹ കുറ്റമായിട്ട് നമ്മുടെ BJP സർക്കാർ ഇങ്ങേരുടെ തലയിൽ വെച്ച് കൊടുത്തത്. ഇനി അടുത്തത് ഒരു 4,93,000 രൂപ 4,93,000 രൂപ ഈ ഒരു FCRA അക്കൗണ്ടിലോട്ട് വന്നത് എവിടെ നിന്നാണ്? അത് അങ്ങ് സ്പെയിനിൽ നിന്നാണ് വന്നത്. സ്പെയിനിൽ നിന്ന് എങ്ങനെ വന്നു? അത് വന്നത് ഒരു NGO ആണ് ഈ എമൗണ്ട് ഈ ഒരു അക്കൗണ്ടിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഫുഡ് സെക്യൂരിറ്റി ആൻഡ് സോവജനിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു NGO എന്നാണ് ഇത് വന്നിട്ട്. ഈ ഫുഡ് സെക്യൂരിറ്റി ആൻഡ് സോവജനിറ്റി എന്ന പരമാധികാരം എന്നുള്ള അർത്ഥമാണ്. അപ്പം ഇന്ത്യയുടെ പരമാധികാരത്തിനെ പറ്റി പഠിക്കാനാണോ, അതായത് ഫുഡ് സെക്യൂരിറ്റിക്കാണ് ഈ പറഞ്ഞ NGO കാശിട്ട് കൊടുത്തതും അതിനെപ്പറ്റി പഠിക്കാനാണ് അവർ കാശിട്ട് കൊടുത്തത്. പക്ഷേ നമ്മുടെ മോദി സർക്കാർ ഗോദി മീഡിയയും കൂടെ ഇതിനെ ഇന്ത്യയുടെ പരമാധികാരത്തിനെ തൊട്ട് കളിക്കുന്ന രീതിയിലോട്ടുള്ള ഒരു സംഭവമാക്കി അങ്ങോട്ട് മാറ്റി. കണ്ണടച്ച് പാലങ്ങ് കുടിച്ചു. അത് കണ്ട് ചാടി കളിക്കാൻ ട്രൗസർ ഊരി ചാടി കളിക്കുന്ന സംഘിക്കുട്ടന്മാരും ഇതിൻ്റെ കൂടെ ചാടാൻ തുടങ്ങി. ഇതാണ് അടുത്ത വലിയ കുറ്റമായിട്ട് കാണുന്നത്. പിന്നെ അടുത്തത് ഇൻകം ടാക്സിൻ്റെ, അതായത് നമുക്കറിയാം ഈ ലഡാക്കിലുള്ള ആളുകൾ ഗോത്രവർഗ്ഗക്കാരായതുകൊണ്ട് തന്നെ ഇവർക്ക് ഇൻകം ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. എന്നിട്ട് പോലും ഇൻകം ടാക്സ് അടയ്ക്കുന്ന ആളാണ് നമ്മുടെ സോനം വാങ്ചുക്ക്. അത് കറക്റ്റ് അല്ല എന്നും പറഞ്ഞിട്ട് അതിൻ്റെ പേരിൽ അലിഗേഷൻ ഇട്ടിട്ട് ഇൻകം ടാക്സിൻ്റെ ഒരു കേസും കൂടെ ഈ സ്ഥാപനത്തിൻ്റെയും ഇങ്ങേരുടെയും തലയിലോട്ട് പുള്ളി വെച്ച് കൊടുത്തു. പിന്നെ അതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും അടുത്തതാണ് CBIയുടെ ഒരു അന്വേഷണം വരുന്നു. CBIയുടെ അന്വേഷണം വരുന്നത് എന്തുകൊണ്ടാണ്? ഇങ്ങേര് പാകിസ്ഥാനിൽ വിസിറ്റ് ചെയ്തിരുന്നു. 2025 ഒരു ഗ്ലോബൽ ക്ലൈമറ്റ് കോൺഫറൻസിന് പുള്ളി പാകിസ്ഥാനിൽ പോയിട്ട് ഒരു അറ്റൻഡ് ചെയ്തു. അതിന്റെ പോസ്റ്റ് പുള്ളി തന്നെ ഇട്ടിട്ടുണ്ട്. പുള്ളി ആ പോസ്റ്റിൽ അല്ലെങ്കിൽ പുള്ളി ആ കോൺഫറൻസിൽ ഇരുന്നിട്ട് മോദിജീനെ തന്നെ ഇങ്ങനെ പൊക്കി അടിച്ചുകൊണ്ടിരുന്ന വീഡിയോയും നമ്മൾ കണ്ടിട്ടുണ്ട്. While many world leaders are now denying climate change, even I'm happy that Prime Minister Modi has not only taken many initiatives but also launched a special. അപ്പോൾ ഇതുപോലെ മോദി ഭക്തൻ അല്ലെങ്കിൽ മോദിനെ പല രീതിയിലും ഇങ്ങേര് പ്രൈസ് ചെയ്തിട്ടുള്ള വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങേര് പാകിസ്ഥാനിൽ പോയത് അവിടെ പാകിസ്ഥാനിലെ ചാരപ്പുറത്ത് ചെയ്യാനാണെന്നാണ് പറഞ്ഞത്. അയാളുടെ അക്കൗണ്ടിൽ തന്നെയാണ് ഇവർ ഇത് എടുത്തതും, അല്ലെങ്കിൽ അയാളുടെ സോഷ്യൽ മീഡിയ തന്നെ കൊണ്ടിട്ട വീഡിയോസ് എല്ലാം കൂടെ എടുത്തിട്ടാണ് ഇങ്ങേരെ അടുത്ത രീതിയിലുള്ള പാകിസ്ഥാൻ ചാരനാക്കി മാറ്റിയത്. ഇനി അത് മാത്രമല്ല, ഇങ്ങേരെ ബംഗ്ലാദേശിന്റെ, അതായത് മുഹമ്മദ് യൂനിസ് ഖാന്റെ കൂടെ എടുക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു പുള്ളിയുടെ അക്കൗണ്ടിൽ. അപ്പം ബംഗ്ലാദേശിൽ പുള്ളി ജൻസി കലാപം ഉണ്ടാക്കിയത് പുള്ളിയും കൂടെ അറിഞ്ഞിട്ടാണ്, യൂനിസ് ഖാനും കൂടെ കൂടിയിട്ടാണ് അങ്ങേരുമായിട്ടുള്ള ഫോട്ടോ ഇട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. സത്യത്തിൽ ഈ ഫോട്ടോ 5 കൊല്ലം മുമ്പ് ഈ യൂനിസ് ഖാൻ ഈ ബംഗ്ലാദേശിൽ പുള്ളിക്ക് ഒരു നൊബേൽ സമ്മാനം കിട്ടിയിട്ട് അല്ലെങ്കിൽ പുള്ളി പുറത്തോട്ട് വന്ന സമയത്ത് എടുത്തൊരു ഫോട്ടോ മാത്രമായിരുന്നു. അന്ന് യൂനിസ് ഖാനും ബംഗ്ലാദേശും ആയിട്ട് ഒരു ഇതുമില്ല, അതായത് ബംഗ്ലാദേശിലെ സമരങ്ങളൊന്നുമില്ല. 5 വർഷം മുമ്പ് എടുത്ത ഫോട്ടോ അത് കാണിച്ചിട്ട് ഇങ്ങേര് അവരുമായിട്ട് ഭയങ്കര ഫ്രണ്ട്സാണെന്നും പറഞ്ഞിട്ട് ചുമ്മാ നമ്മുടെ BJP ഗോദി മീഡിയ അടിച്ചു കയറ്റി വിട്ടിരിക്കുകയാണ്. ഈ വിവരം കെട്ടവന്മാരുടെ തലയിൽ പച്ചച്ചാണകല്ലാണ്ട് വേറെ എന്താണെങ്കിൽ പറയാം. അതാണ് അടുത്ത പുള്ളിയുടെ പേരുള്ള ഒരു പ്രശ്നമായിട്ട് നമ്മുടെ BJP സർക്കാർ ഇട്ടുകൊടുത്തത്. നിങ്ങൾ ഇത്രയും സംഭവങ്ങൾ കേട്ടിട്ട് ഇങ്ങനെ ഏത് രീതിയിലാണ് രാജ്യദ്രോഹി എന്നുള്ളത് കുറച്ച് വിവരമുള്ള ആൾക്കാരൊന്ന് പറഞ്ഞു തന്നാൽ നല്ലതായിരിക്കും. സംഘികൾ ഇതിൽ പ്രത്യേകിച്ചൊന്നും പറയേണ്ട. സംഘപരിവാണങ്ങൾ ചാണകം മാത്രമേ പറയത്തുള്ളൂ, ചാണകം മാത്രമേ അവർക്ക് അറിയത്തുള്ളൂ. ചാണകത്തിലെ പുഴുക്കളായിട്ട് ജീവിച്ച് ചത്തൊടുങ്ങാൻ വേണ്ടിയിട്ട് ഉള്ള കുറച്ച് ജന്മങ്ങൾ മാത്രമാണ് സംഘപരിവാണങ്ങൾ. അതുകൊണ്ട് അവരോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഗോദി മീഡിയയും ഇത് തന്നെയാണ് എടുത്തിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി പാകിസ്ഥാൻ ചാരനാക്കിയ വിവരമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി പുള്ളിനെ ചൈനാൻ ചാരനും കൂടെ ആക്കിയിട്ടുണ്ട്. കാരണം പുള്ളി ഈ പറഞ്ഞ ഒരു ഇതിൽ കിടക്കുന്ന സമയത്ത്, അതായത് നിരാഹാരത്തിൽ കിടക്കുന്ന സമയത്ത് പുള്ളിയുടെ ഒരു വേർഡ്സ് ഉണ്ട്. അതായത് നമ്മുടെ ഗോദി മീഡിയയിൽ, ഗോദി വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലും കറങ്ങി നടക്കുന്ന ഒരു വേർഡ് ഉണ്ട്. അതായത് പുള്ളി പറയുന്നത് ഇങ്ങനെയാണ്: जब चीन घुस आता है तो लद्दाख के लोग जान देकर रोकते हैं, मगर अब अगर भारत सरकार हमारे लिए कुछ नहीं कर रहा है तो अगली बार वो आए तो हम उनको रास्ता दिखाएंगे, हम रोकेंगे नहीं, हम जान क्यों दे जब हमारा कोई संरक्षण नहीं. ചൈനക്കാർ അല്ലെങ്കിൽ ചൈന പട്ടാളം ഇന്ത്യ ആക്രമിക്കാമെന്നാൽ ഞങ്ങൾ വഴി മാറിക്കൊടുക്കും, അല്ലെങ്കിൽ ഞങ്ങൾ അവർക്ക് വഴിയൊരുക്കി കൊടുക്കും ഇന്ത്യ പിടിക്കാൻ എന്നുള്ളതാണ് ഇതിന്റെ ചുരുക്കം. അതായത് ഇത് പറയാനുള്ള കാരണം, ഇതെടുത്ത് ഈ കട്ട് വെച്ചിട്ടാണ് ഈ പറഞ്ഞ മലവാണങ്ങളായിട്ടുള്ള സംഘപരിവാണങ്ങൾ എടുത്തിട്ട് അലക്കുന്നത്. പക്ഷേ ഇതിന്റെ മുമ്പത്തെ ഭാഗം ഉണ്ടായിരുന്നു. ഇത് അവിടെ നടന്നിട്ടുള്ള ഒരു സംസാരത്തിൽ അത് അവിടുത്തെ ഒരു കൊമേഡിയൻ ആയിട്ടുള്ള ഒരാൾ, ലഡാക്കിൽ ഒരാൾ പറഞ്ഞത് ഇത്തരത്തിൽ ഈ കഷ്ടപ്പെട്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇവർ വരെ കയറി വന്ന് ഇവിടെ തോന്നിയ പോലെ എടുത്തു പോകും എന്ന് ആ ഒരു കൊമേഡിയൻ പറഞ്ഞ വേർഡ് പുള്ളി അതുപോലെ ഇവിടെ വന്ന് പറയാണ്ടായിരുന്നത്. यहाँ के एक फेमस कॉमेडियन हैं जिन्होंने कहा कि जब चीन घुस आता है तो लद्दाख के लोग जान देकर रोकते हैं, मगर अब अगर भारत सरकार हमारे लिए कुछ नहीं कर रहा है तो
अगली बार वो आए तो हम उनको रास्ता दिखाएंगे, हम रोकेंगे नहीं। हम जान क्यों दे जब हमारा कोई संरक्षण नहीं हो रहा है। और उसके बाद उन पर पुलिस की पूछताछ होने लगी। ये 2 പാർട്ടുണ്ട്. ഒരു പാർട്ട് കട്ട് ചെയ്ത് സെക്കൻഡ് പാർട്ട് മാത്രം ഇട്ട് നമ്മുടെ ചാണക വെടി വെക്കുന്ന ഈ പറഞ്ഞ നമ്മുടെ ഗോദി മീഡിയയിലാണ് ഇത് പരക്കുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞു. പുള്ളി വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അങ്ങനെയല്ല, സർക്കാരിനെതിരെ ആളുകൾ തിരിഞ്ഞു കഴിഞ്ഞാൽ നല്ലതല്ല, അത് ഇന്ത്യക്ക് നല്ലതല്ല, അതുകൊണ്ട് ഞങ്ങൾ ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ്, ഞങ്ങൾ ഇന്ത്യൻ പട്ടാളത്തിൻ്റെ കൂടെയാണ് എന്ന് ആണ് ഇതിൻ്റെ അവസാന ഭാഗത്തോട്ട് വാങ്ചുക്ക് പറയുന്നത്. मुझे उम्मीद है कि जो उन्होंने वादे किए हैं वो पूरा करेगी और लद्दाख के लोग हर बार की तरह भारत की रक्षा करते रहेंगे सैनिकों की तरह। जय हिंद, जय भारत. ഇതൊന്നും കേൾക്കാണ്ട് കാള എന്ന് കേൾക്കുമ്പോൾ കയറും എടുത്ത് കാളൻ്റെ കുണ്ടിയിൽ കൈയിടുന്ന ടീമാണ് നമ്മുടെ സംഘപരിവാരങ്ങൾ. അതുകൊണ്ട് ഇതൊക്കെയാണ് പുള്ളിനെ ചൈന ചാരനാക്കി മാറ്റിയിട്ടുള്ള മറ്റ് ചില കാര്യങ്ങൾ. അപ്പം ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് പുള്ളിനെ അങ്ങ് പോലീസ് പൊക്കിക്കൊണ്ടുപോവുക ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾ പറ, ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ഒരാൾക്ക് അല്ലെങ്കിൽ BJP സർക്കാരിനെതിരെ മോദിക്കെതിരെ സംസാരിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആളുകളെ രാജ്യദ്രോഹികളായിട്ട് കുത്തി മാറ്റുന്ന രാജ്യത്താണ് നമ്മൾ താമസിക്കുന്നത്, നമ്മൾ ജീവിക്കുന്നത്. നമുക്കൊക്കെ എന്ത് സെക്യൂരിറ്റിയാണ് ഈ ജനാധിപത്യ രാജ്യത്തുള്ളത് നിങ്ങളും ചിന്തിച്ച് നോക്ക്. അപ്പം ലഡാക്കിൽ നടക്കുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. ഇതിൻ്റെ പേരിൽ അവിടെ അംബാനി അഡാണിക്ക് നമ്മുടെ പ്രധാനമന്ത്രിക്ക് കുത്തിക്കയറ്റി കൊടുക്കാൻ ഈ സ്ഥലം എഴുതി കൊടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാരണം കൊണ്ട് അവിടെ 6th ഷെഡ്യൂളിലും അവർ മാറ്റത്തില്ല, അവരൊരു സ്റ്റേറ്റ് ഹുഡും കൊടുക്കില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് ഇവിടെ ഈ സമരത്തിലോട്ട് മുമ്പോട്ട് വന്ന ആളുകളെ ഇല്ലാണ്ടാക്കുക. അവിടെ ഏറ്റവും കൂടുതൽ രൂക്ഷമായിട്ട് തൊഴിലില്ലായ്മ നടക്കുന്ന ഒരു സ്ഥലമാണ്, കേന്ദ്രഭരണ പ്രദേശമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുമാത്രമല്ല, പെഹൽഗാം അറ്റാക്കിന് ശേഷം അവിടെയുള്ള പല ആളുകൾക്കും ജോലിയില്ല. കാരണം അവിടുത്തെ മെയിൻ ഒരു സംഭവം ടൂറിസമായിരുന്നു. ടൂറിസം നല്ല രീതിയിൽ ഡൗൺ ആയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ വളരെ ബുദ്ധിമുട്ടി കഴിയുന്ന ഒരു ജനത മാത്രമാണ് അവിടെ ഉള്ളത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ആ ആളുകൾ ഈ സമരത്തിന് മുന്നോട്ട് ഇറങ്ങുന്നതും അവർക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വേണം എന്നവർ പറഞ്ഞതും. അതൊക്കെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മുടെ സർക്കാർ ഇങ്ങനത്തെ കാര്യങ്ങൾ ഓരോ ചെയ്യുന്നത്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾക്ക് ഇത് കാണുമ്പം അറ്റ്ലീസ്റ്റ് നമുക്ക് ഏതൊക്കെ രീതിയിൽ നമുക്ക് പ്രതികരിക്കാൻ പറ്റും, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഇരുന്ന് പ്രതികരിക്കാൻ പറ്റുള്ളൂ. നിങ്ങളും അത് മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. സംഖ്യ കമൻറ്റ് ചെയ്യണമെന്നില്ല, എന്താ വെറുതെ ചാണകട്ടങ്ങ് പോകുമ്പോൾ ആരും മൈൻഡ് ചെയ്യാറില്ല സംഖ്യയ്ക്ക്. അതുകൊണ്ട് സംഖ്യ ഇതിൽ കമൻറ്റ് ചെയ്യേണ്ട. അല്ലാത്ത ആളുകൾ, മനസ്സിലാക്കിയ ആളുകൾ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുക, അതായിരിക്കും ഏറ്റവും ബെറ്റർ.